വാല്യൂസ് ആൻഡ് പീസ് എഡ്യൂക്കേഷൻ എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ്. നമ്മുടെ ചിന്തകളിലും പ്രവർത്തികളിലും ഏറ്റവും നല്ലതെന്നും ഡിസൈറബിൾ എന്നും നമ്മൾ കരുതുന്ന കാര്യങ്ങളെയാണ് വാല്യൂസ് അഥവാ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഇവ രണ്ട് തരത്തിലാകാം. ഒന്ന്, മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾ, എക്സാമ്പിൾ ഫുഡ്, വെൽത്ത്, ഗുഡ്സ്. രണ്ട്, അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റീസ്, അതായത് സത്യസന്ധത, സമാധാനം, സന്തോഷം. മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. നമ്മുടെ സ്വഭാവത്തിന് ഒരു കരുത്തും അർത്ഥവും നൽകാൻ ഇതിന് സാധിക്കും. പുസ്തകത്തിൽ പറയുന്നത് പോലെ, വാല്യൂസ് ആർ ലൈക്ക് റെയിൽസ് ദാറ്റ് കീപ്പ് എ ട്രെയിൻ ഓൺ ദ ട്രാക്ക്. ഒരു ട്രെയിൻ പാളത്തിലൂടെ സുരക്ഷിതമായി ഓടുന്നത് പോലെ ജീവിതം ശരിയായ ദിശയിൽ മുന്നോട്ടു പോകാൻ മൂല്യങ്ങൾ നമ്മെ സഹായിക്കുന്നു. ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൽ, കൾച്ചറിൽ ഏതാണ് നല്ലത്, ഏതാണ് ചീത്തത് എന്ന് തീരുമാനിക്കുന്നത് ഈ മൂല്യങ്ങളാണ്. ചുരുക്കത്തിൽ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മുടെ പെരുമാറ്റവും എല്ലാം നമ്മുടെ ഉള്ളിലെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഇറ്റ് ബ്രിങ്സ് ക്വാളിറ്റി ആൻഡ് മീനിങ് ടു അവർ ലൈഫ്. എയിംസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഒന്ന്, സിഗ്നിഫിക്കൻസ് ഓഫ് ലൈഫ്. വാല്യൂ എഡ്യൂക്കേഷൻ എന്നത് വെറും അക്വിസിഷൻ ഓഫ് നോളജ് മാത്രമല്ല, ജീവിതത്തിൻ്റെ സിഗ്നിഫിക്കൻസ് മൊത്തമായി മനസ്സിലാക്കി സ്വയം മെച്ചപ്പെടാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ഒരു നല്ല പൗരനായി വളരാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കാനും ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ട്, ബ്രോഡർ കാപ്പബിലിറ്റീസ് ആൻഡ് സ്കിൽസ്. ഇത് സ്കൂൾ പഠനത്തിന് പുറത്തുള്ള ജീവിതത്തിലും വളരെ പ്രധാനമാണ്. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സമൂഹത്തിനും ഗുണകരമായ രീതിയിൽ ലോകത്തെ മാറ്റിയെടുക്കാൻ ആവശ്യമായ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്കിൽസ് കുട്ടികളിൽ വളർത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. മൂന്ന്, പ്രിപ്പയർ ഫോർ ദ വേൾഡ് ഓഫ് വർക്ക്. ഭാവിയിൽ ജോലി ചെയ്യുമ്പോൾ ആവശ്യമായ അച്ചടക്കം, ഡിസിപ്ലിൻ, കഠിനാധ്വാനം, ഹാർഡ് വർക്ക്, പരസ്പര സഹകരണം, കോപ്പറേഷൻ എന്നിവ ഇത് നൽകുന്നു. ജോലി സ്ഥലത്തും വീട്ടിലും നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ ഇത് കുട്ടികളെ പ്രാപ്തരാക്കുന്നു. നാല്, ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് എക്സലൻസ്. വിദ്യാഭ്യാസത്തെ കൂടുതൽ മനുഷ്യത്വപരമാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു വശം. പഠനത്തോടും ജീവിതത്തോടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തുന്നതിലൂടെ ജീവിതകാലം മുഴുവൻ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അടിത്തറ ഇത് പാകുന്നു. അഞ്ച്, സോഷ്യൽ കൊഹീഷൻ ആൻഡ് പീസ്. സമൂഹത്തിൽ ഒത്തൊരുമയോടെ ജീവിക്കാൻ ഇത് സഹായിക്കുന്നു. യുദ്ധവും അക്രമവും നിറഞ്ഞ ഒരു സാഹചര്യത്തെ കൾച്ചർ ഓഫ് പീസ് ആക്കി മാറ്റാൻ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് സാധിക്കും. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇത് അവബോധം നൽകുന്നു. ആറ്, ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റിംഗ് വാല്യൂസ് ഉണ്ടായേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇത് കുട്ടികൾക്ക് നൽകുന്നു. ഒരു നീതിപൂർവമായ സമൂഹം കെട്ടിപ്പടുക്കാൻ ഇത് അത്യാവശ്യമാണ്. ടൈപ്സ് ഓഫ് വാല്യൂസ്. വാല്യൂസിനെ പലതായി തരംതിരിക്കാം. ഒന്ന്, പേഴ്സണൽ വാല്യൂസ്. ഇത് ഓരോ വ്യക്തിയും സ്വന്തം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊരാളുടെ ഇടപെടലില്ലാതെ തന്നെ ഒരു വ്യക്തി തൻ്റെ ഓൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് അച്ചീവ്മെൻറ്റ് തീരുമാനിക്കുന്നു. എക്സാമ്പിൾ, ഹോണസ്റ്റി, കറേജ്, സെൽഫ് കോൺഫിഡൻസ്, സിംപ്ലിസിറ്റി. സത്യസന്ധത, ധൈര്യം, ആത്മവിശ്വാസം, ലാളിത്യം. രണ്ട്, സോഷ്യൽ വാല്യൂസ്. സാമൂഹിക മൂല്യങ്ങൾ. സമൂഹത്തിലെ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. സൊസൈറ്റിയിൽ സമാധാനത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ ഇത് ആവശ്യമാണ്. എക്സാമ്പിൾ, കോർട്ടസി, മര്യാദ, ഫോർഗീവ്നെസ്, ക്ഷമ, ചാരിറ്റി, ദാനധർമ്മം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. മൂന്ന്, മോറൽ വാല്യൂസ്. ധാർമ്മിക മൂല്യങ്ങൾ. ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് മോറൽ വാല്യൂസ് ആണ്. സമൂഹത്തിൻ്റെ നല്ല നിലനിൽപ്പിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ, ജസ്റ്റിസ്, ഫെയർനെസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി. നാല്, റിലീജിയസ് വാല്യൂസ്. മതപരമായ മൂല്യങ്ങൾ. ദൈവത്തിലുള്ള വിശ്വാസവും മതപരമായ തത്വങ്ങളും ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ മതത്തിനും അതിൻ്റേതായ നിയമങ്ങൾ ഉണ്ടാവും. എക്സാമ്പിൾ, മെഡിറ്റേഷൻ, ഡിസിപ്ലിൻ, സെൽഫ് കൺട്രോൾ. 5. എക്കണോമിക് വാല്യൂസ്. സാമ്പത്തിക മൂല്യങ്ങൾ.
എന്തിനാണോ ഒരു എക്സ്ചേഞ്ച് വാല്യൂ ഉള്ളത് അതിനെയെല്ലാം എക്കണോമിക് വാല്യൂ ആയി കാണാം. മെറ്റീരിയൽ എൻജോയ്മെൻറ്റിന് വേണ്ടിയാണ് സാധാരണയായി ഇവ ഉപയോഗിക്കുന്നത്. 6. പൊളിറ്റിക്കൽ വാല്യൂസ്, രാഷ്ട്രീയ മൂല്യങ്ങൾ. ഒരു രാജ്യം അല്ലെങ്കിൽ സംഘടന എങ്ങനെ ഭരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഐഡിയോളജിക്കൽ ബിലീഫ്സ് ആണിത്. എക്സാമ്പിൾ ഡെമോക്രസി, സോഷ്യലിസം, സിവിക് റെസ്പോൺസിബിലിറ്റി. 7. കൾച്ചറൽ വാല്യൂസ്, സാംസ്കാരിക മൂല്യങ്ങൾ. ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ആചാരങ്ങളും രീതികളും സംരക്ഷിക്കുന്നതിനാണ് ഇവ പ്രാധാന്യം നൽകുന്നത്. മെറ്റീരിയലിസ്റ്റിക് കൾച്ചർ കാരണമുണ്ടാകുന്ന ഭീഷണികളിൽ നിന്ന് പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. 8. സ്പിരിച്വൽ വാല്യൂസ്, ആത്മീയ മൂല്യങ്ങൾ. ഇത് നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. ഡിവിനിറ്റി അഥവാ ദൈവികതയുമായി ഒന്നാക്കുക. എക്സാമ്പിൾ ട്രൂത്ത്ഫുൾനെസ്, സത്യം പറയുക, നോൺ വയലൻസ്, അഹിംസ, സെൽഫ്ലെസ് സർവീസ്, നിസ്വാർത്ഥ സേവനം. ഡിവൈനിറ്റി അഥവാ ദൈവികതയുമായി ഒന്നാകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 9. ഇൻ്റലക്ച്വൽ വാല്യൂസ്, ബൗദ്ധിക മൂല്യങ്ങൾ. സത്യത്തെക്കുറിച്ചുള്ള അറിവ്, നോളജ് ഓഫ് ട്രൂത്ത് നേടുന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. മനോഹരമായ ചിന്തകളും അന്വേഷണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 10. എത്തിക്കൽ വാല്യൂസ്, ധാർമ്മിക തത്വങ്ങൾ. പ്രത്യേക മേഖലയിലുള്ളവർ പാലിക്കേണ്ട രീതികളെക്കുറിച്ചാണ് ഇതിലുള്ളത്. നമ്മുടെ വ്യക്തിപരമായ പെരുമാറ്റത്തെ ഒരു സമൂഹത്തിൻ്റെ കണ്ണിലൂടെ നോക്കി ക്രമീകരിക്കുന്നതാണ് ഇവ. 11. എസ്തെറ്റിക് വാല്യൂസ്, സൗന്ദര്യ മൂല്യങ്ങൾ. കലയിലൂടെയും പ്രകൃതിയിലൂടെയും ഒക്കെയുള്ള ഭംഗി, ബ്യൂട്ടി ആൻഡ് ജോയ് ആസ്വദിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾ ആർട്സ്, ആർക്കിടെക്ചർ, പെയിൻറ്റിംഗ്, സ്കൾപ്ചർ. 12. ട്രാൻസ് കൾച്ചറൽ ഓർ യൂണിവേഴ്സൽ വാല്യൂസ്, സാർവത്രിക മൂല്യങ്ങൾ. ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും ഒരേപോലെ കാണപ്പെടുന്ന മൂല്യങ്ങളാണിവ. ഇവയെ യൂണിവേഴ്സൽ വാല്യൂസ് എന്നും വിളിക്കുന്നു. എക്സാമ്പിൾ എ മദേഴ്സ് ലവ്, അമ്മയുടെ സ്നേഹം, കമ്പാഷൻ, കരുണ, ജോയ്, സന്തോഷം. 13. ഇൻട്രിൻസിക് വേഴ്സസ് ഇൻസ്ട്രുമെൻ്റൽ വാല്യൂസ്. ഇൻട്രിൻസിക് വാല്യൂസ് ഇവ സ്വയം ഒരു ലക്ഷ്യമാണ്, എൻഡ്സ് ഇൻ ദംസെൽഫ്, സന്തോഷം, സമാധാനം തുടങ്ങിയവ ഇതിൽ വരും. ഇൻസ്ട്രുമെൻ്റൽ വാല്യൂസ് മറ്റൊരു കാര്യം നേടിയെടുക്കാൻ ഒരു ഉപകരണം പോലെ സഹായിക്കുന്ന മൂല്യങ്ങൾ. എക്സാമ്പിൾ രോഗം മാറാൻ യോഗ ചെയ്യുന്നത് പോലെ അല്ലേ. 14. ഡെമോക്രാറ്റിക് വാല്യൂസ്, ജനാധിപത്യ മൂല്യങ്ങൾ. എല്ലാവർക്കും തുല്യമായ രാഷ്ട്രീയ സാമൂഹിക അവകാശങ്ങൾ നൽകുന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഇമ്പാർഷ്യാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ് എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. Beside the above classification, values can also be classified as 1. Higher and lower order values. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകും, ചിലതിന് കുറവും. ഉദാഹരണത്തിന് ആത്മീയമായ അല്ലെങ്കിൽ ധാർമ്മികമായ മൂല്യങ്ങളെ ഹയർ ഓർഡർ എന്നും വെറും മെറ്റീരിയലിസ്റ്റിക് ആവശ്യങ്ങളെ ലോവർ ഓർഡർ എന്നും വിളിക്കാം. 2. പെർമനൻ്റ് ആൻഡ് ടെമ്പററി വാല്യൂസ്. ചില മൂല്യങ്ങൾ എന്നും നിലനിൽക്കുന്നതാണ്. എക്സാമ്പിൾ സത്യം, സ്നേഹം ഇതൊക്കെ എല്ലാ കാലത്തും ഒരുപോലെയാണ്. എന്നാൽ ചില വാല്യൂസ് സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനെയാണ് ടെമ്പററി വാല്യൂസ് എന്ന് പറയുന്നത്. 3. സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് വാല്യൂസ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോ പോലെ ഇരിക്കും. എന്നാൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായ കാര്യങ്ങളാണ്, യൂണിവേഴ്സൽ ട്രൂത്ത്. 4. വാല്യൂ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോട്ടിവേഷൻ. നമ്മുടെ ഉള്ളിലെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രചോദനം അടിസ്ഥാനമാക്കി വാല്യൂസിനെ തിരിക്കുന്ന രീതിയാണിത്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് എന്ത് ലക്ഷ്യം വെച്ചാണ് എന്നതിനെ ബേസ് ചെയ്തിരിക്കും ഈ ക്ലാസിഫിക്കേഷൻ. നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷൻ എന്തുകൊണ്ട് അത്യാവശ്യമാണ് എന്നതിനെക്കുറിച്ച് പ്രധാനമായുള്ള ഒരു 5 പോയിന്റുകളാണ് നമ്മൾ പറയുന്നത്. 1. വാല്യൂ ഇറോഷൻ, മൂല്യങ്ങളുടെ തകർച്ച. ഇന്ന് നമ്മുടെ സോഷ്യലായാലും പൊളിറ്റിക്കലായാലും എല്ലാ മേഖലകളിലും ഒരു ക്രൈസിസ് ഓഫ് വാല്യൂ നടക്കുന്നുണ്ട്. ഹോണസ്റ്റി, ടോളറൻസ് തുടങ്ങിയ ബേസിക് കാര്യങ്ങൾ ആളുകൾ മെയിൻ ചെയ്യാതെയായി. ക്രൈം, വയലൻസ്, ഗ്രീഡ് എന്നിവ കൂടി വരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവരും മെറ്റീരിയൽ വെൽത്ത്, അതായത് പണം, സൗകര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. 2. എഡ്യൂക്കേഷൻ ഇക്വേറ്റഡ് വിത്ത് ട്രാൻസ്മിഷൻ ഓഫ് നോളജ്. പലപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വെറും ട്രാൻസ്മിഷൻ ഓഫ് നോളജ് മാത്രമായി മാറുന്നു. അതായത്
കുറച്ച് അറിവ് പകർന്നു നൽകുക, അല്ലെങ്കിൽ പരീക്ഷ ജയിച്ച് ജോലി വാങ്ങാൻ പഠിപ്പിക്കുക. പക്ഷേ ഗാന്ധിജി പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ ലെഡ് ടു ക്രിമിനാലിറ്റി. നല്ല ക്യാരക്ടർ ഇല്ലെങ്കിൽ എത്ര വലിയ വിദ്യാഭ്യാസം നേടിയാലും ഇത് സമൂഹത്തിന് ദോഷമേ ചെയ്യൂ. 3. സ്പ്രെഡ് ഓഫ് ഡീഗ്രേഡഡ് കൾച്ചർ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, സ്വാർത്ഥതയില്ലാത്ത പെരുമാറ്റം എന്നിവയൊക്കെ വല്ലാതെ കുറഞ്ഞുപോയി. പകരം മൈറ്റ് ഈസ് റൈറ്റ്, ശക്തിയുള്ളവനാണ് ശരി എന്നൊരു ചിന്താഗതിയാണ് ഇപ്പോൾ വരുന്നത്. എന്ത് പ്രശ്നവും ബലം ഉപയോഗിച്ചോ തല്ലുകൊണ്ടോ തീർക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. 4. നോ സോഷ്യൽ കൺസേൺ. മറ്റൊരാൾക്ക് ഒരു വിഷമം വരുമ്പോൾ അതിൽ സഹതപിക്കാനോ സഹായിക്കാനോ ഉള്ള മനസ്സ് കുറഞ്ഞു വരുന്നു. അത് മനുഷ്യരോട് മാത്രമല്ല, നമ്മുടെ എൻവിറോൺമെൻറ്റിനോടും അങ്ങനെ തന്നെയാണ്. പ്രകൃതി മലിനമാക്കുന്നതിലോ കാടുകൾ വെട്ടി നശിപ്പിക്കുന്നതിലോ നമുക്ക് വലിയ ആശങ്കയില്ല. 5. ഇൻഡിഫറൻസ് ടു നാഷണൽ വെൽഫെയർ. മതം, ജാതി, റീജിയണലിസം എന്നിവയുടെ പേരിൽ ആളുകൾ വല്ലാതെ ഭിന്നിച്ചു നിൽക്കുന്നു. ഒരു രാജ്യം എന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കാനുള്ള ചിന്തയെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഔട്ട്ലുക്ക് ഇതൊക്കെ തടസ്സപ്പെടുത്തുന്നു. ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഇതിനൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വേണം. അത് വരണമെങ്കിൽ പ്രൈമറി ലെവൽ മുതൽക്കേ കൃത്യമായ രീതിയിൽ വാല്യൂ എഡ്യൂക്കേഷൻ നൽകണം. ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ. കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കാനും ശരിയായ മനോഭാവം, പോസിറ്റീവ് ഔട്ട്ലുക്ക് എന്നിവ വളർത്താനും വാല്യൂ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. റിഫൈൻഡ് ക്യാരക്ടർ. വിദ്യാർത്ഥികളിൽ നല്ല സ്വഭാവ ഗുണങ്ങളും മികച്ച വ്യക്തിത്വവും വളർത്തിയെടുക്കുന്നു. 2. റെസ്പോൺസിബിൾ ബിഹേവിയർ. ക്ലാസ് റൂമിലായാലും പുറത്തായാലും സ്വന്തം പെരുമാറ്റത്തിൽ ഒരു ഉത്തരവാദിത്തം കാണിക്കാൻ ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നു. 3. ആർട്ട് ഓഫ് കോപ്പറേഷൻ. മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് അവർ പഠിക്കുന്നു. 4. മെച്യൂർ ഹാൻഡ്ലിംഗ്. ഏത് സാഹചര്യത്തെയും കുറച്ചുകൂടി പക്വതയോടെ കൈകാര്യം ചെയ്യാൻ അവർ പ്രാപ്തരാകുന്നു. 5. കോൺഫിഡൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ല ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. 6. പോസിറ്റിവിറ്റി. ജീവിതത്തോട് ഒരു പോസിറ്റീവ് ചിന്താഗതി വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. 7. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. വിദ്യാർത്ഥികൾ തമ്മിലും അതുപോലെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലും നല്ലൊരു ബന്ധം കെട്ടിപ്പടുക്കാൻ ഇത് സഹായിക്കുന്നു. 8. ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും അതുപോലെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നു. 9. എറ്റിക്യൂട്ട് ആൻഡ് മാനേഴ്സ്. നല്ല പെരുമാറ്റ രീതികൾ, മര്യാദകൾ, ഒരു നല്ല പൗരനാകാനുള്ള ഉത്തരവാദിത്തം എന്നിവ കുട്ടികളിൽ എത്തിക്കുന്നു. 10. ഡിസ്കവറിംഗ് ലൈഫ്സ് പർപ്പസ്. ഓരോ കുട്ടിയുടെയും ഭാവി രൂപപ്പെടുത്താനും ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്താനും ഇത് വലിയൊരു പങ്ക് വഹിക്കുന്നു. 11. ഇമോഷണൽ ഇൻ്റലിജൻസ്. മറ്റുള്ളവരോട് ദയയും സഹാനുഭൂതിയും കാണിക്കാനും ഒപ്പം സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് വളർത്താനും വാല്യൂ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വെറുമൊരു വിദ്യാർത്ഥി എന്നതിലുപരി ഒരു ഡീസൻറ്റ് ഹ്യൂമൻ ബീയിങ് ആയി മാറാൻ ഇത് സഹായിക്കുന്നു. സോഴ്സസ് ഓഫ് വാല്യൂസ്, അഥവാ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് വാല്യൂസ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനെ ഏജൻറ്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്നും വിളിക്കാം. 1. ഫാമിലി. ഇതാണ് ഏറ്റവും പ്രൈമറി ആൻഡ് ഇമ്പോർട്ടൻ്റ് സോഴ്സ്. ഒരു കുട്ടി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബേസിക്കായ വാല്യൂസ് പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്ന രീതി, അവരുടെ പെരുമാറ്റം എന്നിവ കുട്ടികളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. സഹകരണം, കോപ്പറേഷൻ, സ്നേഹം, ഗുഡ് വിൽ തുടങ്ങിയവ വീട്ടിലെ ഇടപെടലുകളിലൂടെയാണ് കുട്ടി ആദ്യം മനസ്സിലാക്കുന്നത്. 2. പീർ ഗ്രൂപ്പ്, കൂട്ടുകാർ. ഒരേ പ്രായത്തിലുള്ള കൂട്ടുകാരുടെ ഗ്രൂപ്പിനെയാണ് പീർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 6 മുതൽ 11 വയസ്സ് വരെയുള്ള പ്രായത്തെ ഗ്യാങ് ഏജ് എന്ന് സൈക്കോളജിസ്റ്റുകൾ വിളിക്കുന്നു. ഈ സമയത്ത് കൂട്ടുകാരെ അനുകരിച്ചും അവരുമായി ഇടപഴകിയും കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. 3. സ്കൂൾ എന്നത് ഒരു ഫോർമൽ ഏജൻസിയാണ്. ഇവിടെ അധ്യാപകർ റോൾ മോഡൽസ് ആയി പ്രവർത്തിക്കുന്നു. പാഠഭാഗങ്ങളിലൂടെയും സ്കൂളിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മനസ്സിലാക്കിയും കുട്ടി ശരിയായ എത്തിക്കൽ ബിഹേവിയർ
പഠിക്കുന്നു. 4. റിലീജിയൻ, മതം. തലമുറകളായി കൈമാറി വരുന്ന വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളുമാണ് മതപരമായ മൂല്യങ്ങൾ. ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന് തീരുമാനിക്കാൻ മതം ഒരു വ്യക്തിയെ സഹായിക്കുന്നു. 5. മാസ് മീഡിയ, മാധ്യമങ്ങൾ. TV, റേഡിയോ, ന്യൂസ് പേപ്പർ, സോഷ്യൽ മീഡിയ എന്നിവ ഇന്ന് നമ്മുടെ ചിന്താഗതിയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. 6. വോളണ്ടറി ഓർഗനൈസേഷൻസ്. റെഡ് ക്രോസ്, സ്കൗട്ട്, ഗൈഡ് തുടങ്ങിയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നതിലൂടെ സേവന മനോഭാവവും സാമൂഹിക മൂല്യങ്ങളും പഠിക്കാൻ സാധിക്കുന്നു. 7. പേഴ്സണൽ ഫാക്ടേഴ്സ്, വ്യക്തിഗത ഘടകങ്ങൾ. ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തി, ഇൻ്റലിജൻസ്, അറിവ്, വിദ്യാഭ്യാസം എന്നിവയൊക്കെ വാല്യൂസ് മനസ്സിലാക്കുന്നതിൽ പ്രധാനമാണ്. ഒരു വിദ്യാസമ്പന്നനായ വ്യക്തിക്ക് സാമൂഹിക മൂല്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും. 8. കൾച്ചർ, സംസ്കാരം. നമ്മുടെ ആചാരങ്ങൾ, കസ്റ്റംസ്, വിശ്വാസങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, റിച്വൽസ് എന്നിവയെല്ലാം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇവ വളരെ പെട്ടെന്നൊന്നും മാറാത്തവയാണ്. 9. ലൈഫ് എക്സ്പീരിയൻസ്, ജീവിതാനുഭവങ്ങൾ. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ്. അനുഭവങ്ങളിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നവയായിരിക്കും. 10. റോൾ ഡിമാൻഡ്സ്. നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഇരിക്കുന്ന പദവിക്ക് അനുസരിച്ച് ചില മൂല്യങ്ങൾ പാലിക്കേണ്ടി വരും. ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് ആ റോൾ നമ്മളോട് ആവശ്യപ്പെടുന്നു. 11. കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പ്രധാന വാല്യൂസാണ് ജനാധിപത്യം, ഡെമോക്രസി, സമത്വം, ഈക്വാളിറ്റി, നീതി, ജസ്റ്റിസ്, സ്വാതന്ത്ര്യം, ലിബർട്ടി, സാഹോദര്യം, ഫ്രറ്റേണിറ്റി എന്നിവ. ഇവയൊക്കെ ഒരു നല്ല പൗരൻ എന്ന നിലയിൽ നാം പാലിക്കേണ്ട മൂല്യങ്ങളാണ്. വാല്യൂസ് ഡെവലപ്മെൻറ്റ് ഇൻ ചിൽഡ്രൻ. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ മൂല്യങ്ങളുമായിട്ടല്ല ജനിക്കുന്നത്. അവർ വളരുന്നതിനനുസരിച്ച് പല സാഹചര്യങ്ങളിൽ നിന്നാണ് ഇത് പഠിച്ചെടുക്കുന്നത്. ഇതിനെക്കുറിച്ച് മർമർ മുഖോപാധ്യായ് എന്നയാൾ പറയുന്ന പ്രധാനപ്പെട്ട 4 സ്റ്റേജുകൾ നമുക്ക് നോക്കാം. സ്റ്റേജസ് ഓഫ് വാല്യൂ ഡെവലപ്മെൻറ്റ്. 1. വാല്യൂ കളക്ഷൻ, മൂല്യശേഖരണം. കുട്ടിക്കാലത്ത് നമ്മൾ ചുറ്റുമുള്ളവരിൽ നിന്ന് പല കാര്യങ്ങളും കണ്ടും കേട്ടും പഠിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു കളക്ഷൻ നടക്കുകയാണ് ഇവിടെ. 2. വാല്യൂ അസസ്മെൻറ്റ്, മൂല്യനിർണ്ണയം. ശേഖരിച്ച ഈ മൂല്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്ന ഘട്ടമാണിത്. ഇത് എനിക്ക് ഗുണകരമാണോ എന്ന് അവർ വിലയിരുത്തും. 3. വാല്യൂ കോൺഫ്ലിക്റ്റ് ഓർ ക്ലാരിഫിക്കേഷൻ, മൂല്യസംഘർഷം അല്ലെങ്കിൽ വ്യക്തത. ചിലപ്പോൾ 2 മൂല്യങ്ങൾ തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരാം. ഉദാഹരണത്തിന്, സത്യം പറയണം എന്ന് പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ സത്യം പറഞ്ഞാൽ അടി കിട്ടുമെന്ന പേടിയും ഉണ്ടാകും. ഇത്തരം സാഹചര്യങ്ങളിൽ ശരിയായ മൂല്യം ഏതാണ് എന്ന് കുട്ടിക്കും വ്യക്തത ലഭിക്കുന്ന ഘട്ടമാണിത്. 4. വാല്യൂ കൺസോളിഡേഷൻ, മൂല്യ ഏകീകരണം. ഇതാണ് അവസാന ഘട്ടം. ഇവിടെ മൂല്യങ്ങൾ കുട്ടിയുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറും. അതായത് ആലോചിക്കാതെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സ്റ്റൈൽ ഓഫ് ദ പേഴ്സണായി ഇത് മാറും. മൂല്യങ്ങൾ വളർത്തുന്ന പ്രധാന ഘടകങ്ങൾ, ഏജൻസീസാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രധാനമായും ചിലർക്ക് വലിയ പങ്കുണ്ട്. ഫാമിലി, കുടുംബം. ഇതാണ് ഫസ്റ്റ് സോഷ്യൽ ഏജൻസി. കുട്ടി ആദ്യം കണ്ടുപഠിക്കുന്നത് അച്ഛനെയും അമ്മയെയുമാണ്. അവരുടെ പെരുമാറ്റം കണ്ടാണ് കുട്ടി പ്രാഥമിക മൂല്യങ്ങൾ പഠിക്കുന്നത്. സോഷ്യലൈസേഷൻ, സാമൂഹികവൽക്കരണം. തിരിച്ചറിയൽ, അനുകരണം, കളികൾ, റിവാർഡുകൾ, ശിക്ഷകൾ എന്നിവയിലൂടെയാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. നല്ലത് ചെയ്താൽ കിട്ടുന്ന പ്രശംസ ആ മൂല്യം നമ്മളിൽ ഉറപ്പിക്കാൻ സഹായിക്കും. സ്കൂൾ ആൻഡ് ടീച്ചേഴ്സ്. വീടിന് പുറത്ത് നമ്മൾ എത്തുന്ന ആദ്യത്തെ ഫോർമൽ സ്ഥലമാണ് സ്കൂൾ. അവിടുത്തെ അധ്യാപകരുടെ പെരുമാറ്റ രീതികൾ കുട്ടികൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താറുണ്ട്. പിയേഴ്സ് ആൻഡ് മീഡിയ. കൂട്ടുകാരും മാധ്യമങ്ങളും. നമ്മുടെ കൂട്ടുകാരും നമ്മൾ കാണുന്ന സിനിമകളും സോഷ്യൽ മീഡിയയും ഒക്കെ നമ്മുടെ ചിന്താഗതിയെയും മൂല്യങ്ങളെയും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് ആരാണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഉറച്ചുപോയ ഈ മൂല്യങ്ങളാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് സോഷ്യോളജിസ്റ്റ് മോറിസ് മാസി പറയുന്ന പീരീഡ്സ് ഓഫ് വാല്യൂ ഡെവലപ്മെൻ്റ് ആണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ വളർന്നു വരുന്ന 3 പ്രധാന ഘട്ടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നമുക്കിതൊന്ന് ലളിതമായി നോക്കാം.
ഒന്ന്, ഇംപ്രിൻ്റ് പീരീഡ്, ജനനം മുതൽ 7 വയസ്സ് വരെ. ഈ പ്രായത്തിൽ കുട്ടികൾ ഒരു സ്പോഞ്ച് പോലെയാണ്. ചുറ്റുമുള്ള കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാതെ അതുപോലെ വലിച്ചെടുക്കും. അബ്സോർബിങ് എവരിത്തിങ്. ബ്ലൈൻഡ് ബിലീഫ്, അച്ഛനമ്മമാർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ അവർ വിശ്വസിക്കും. ഇവിടെയാണ് ശരിയും തെറ്റും എന്ന ബോധം ആദ്യമായി ഉള്ളിൽ പതിയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇംപ്രിൻ്റ് എന്ന് വിളിക്കുന്നത്. 2, ദ മോഡലിംഗ് പീരീഡ്, 8 മുതൽ 13 വയസ്സ് വരെ. ഈ പ്രായത്തിൽ നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങും. അച്ഛനമ്മമാരെക്കാൾ ഉപരിയായി അധ്യാപകർ, സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്കിഷ്ടപ്പെട്ട മറ്റുള്ളവരെ മാതൃകയാക്കാൻ തുടങ്ങും. നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർ എങ്ങനെ പെരുമാറുന്നുവോ അത് ഒരു സ്യൂട്ട് ധരിക്കുന്നത് പോലെ നമ്മളും പരീക്ഷിച്ചു നോക്കും. 3, ദ സോഷ്യലൈസേഷൻ പീരീഡ്, 13 മുതൽ 21 വയസ്സ് വരെ. കൗമാരപ്രായമാണിത്, ടീനേജ്. ഇവിടെയാണ് പീസ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഏറ്റവും പ്രാധാന്യം വരുന്നത്. അച്ഛനമ്മമാരുടെ സ്വാധീനം കുറയും. കൂട്ടുകാരുടെ ഇടയിൽ ഫിറ്റ് ഇൻ ആകാൻ വേണ്ടി അവർ അവരുടെ മൂല്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. നമ്മളെപ്പോലെയുള്ള ചിന്താഗതിയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുന്നത് ഈ പ്രായത്തിലാണ്. 3 തരം സ്വഭാവ രീതികൾ, സ്റ്റേറ്റസ് ഓഫ് വാല്യൂ. ഈ വികാസത്തിൻ്റെ ഫലമായി മനുഷ്യരെ 3ആയി തരംതിരിക്കാം. 1, പ്രീ മോറൽ, ധാർമ്മികതയ്ക്ക് മുൻപുള്ള അവസ്ഥ. ഇവിടെ കുട്ടിക്ക് പ്രത്യേകിച്ച് മൂല്യങ്ങൾ ഒന്നുമില്ല. അമോറൽ, സ്വന്തം ആവശ്യങ്ങൾ നടക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്ക് ലാഭം കിട്ടണം, അത് മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്താഗതിയാണ് ഇത്. 2, കൺവെൻഷനൽ, സാമ്പ്രദായിക രീതി. ഭൂരിഭാഗം ആളുകളും ഈ കാറ്റഗറിയിൽ വരും. സമൂഹത്തിൻ്റെ നിയമങ്ങൾ, സോഷ്യൽ റൂൾസ് അനുസരിച്ച് ജീവിക്കും. പക്ഷേ ആരും കാണുന്നില്ലെന്ന് ഉറപ്പാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിന് വിഘാതം വന്നാൽ ചിലപ്പോൾ അവർ മൂല്യങ്ങൾ മാറ്റിവെച്ചേക്കാം. 3, പ്രിൻസിപ്പിൾഡ്, തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർ. ഇവിടെ മൂല്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവും. എന്ത് വന്നാലും ശരിയിൽ നിന്ന് ഇവർ മാറില്ല. മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ് എന്നിവരെ പോലെയുള്ള വലിയ നേതാക്കൾ ഈ വിഭാഗത്തിൽ പെടുന്നു. സ്വന്തം ജീവൻ കൊടുത്തും അവർ തങ്ങളുടെ മൂല്യങ്ങൾ സംരക്ഷിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ ജനിച്ചത് മുതൽ 21 വയസ്സ് വരെയുള്ള അനുഭവങ്ങളാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം, അതായത് ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മൂല്യങ്ങളെ സ്വാധീനിക്കുന്ന 3 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. സോഷ്യോ കൾച്ചറൽ ട്രഡീഷൻസ്, റിലീജിയൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവയോരോന്നും നമ്മുടെ ചിന്താഗതിയെ എങ്ങനെയൊക്കെ മാറ്റുന്നു എന്ന് നോക്കാം. 1, സോഷ്യോ കൾച്ചറൽ ട്രഡീഷൻസ്, സാമൂഹിക സാംസ്കാരിക പാരമ്പര്യങ്ങൾ. ഒരു സമൂഹത്തിലെ വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന രീതികളെയാണ് സോഷ്യൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലേഷൻഷിപ്സ്, കുടുംബം, വിദ്യാഭ്യാസം, വിവാഹം, മതം തുടങ്ങിയ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ് ഈ പാരമ്പര്യങ്ങൾ കൈമാറുന്നത്. ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യയുടേത് ഒരു കമ്പോസിറ്റ് കൾച്ചർ ആണ്, അതായത് പല ജാതി, മതം, ഭാഷ എന്നിവയുടെ ഒരു മിശ്രിതം. ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ താഴെ പറയുന്നവയാണ്. 1, യൂണിവേഴ്സാലിറ്റി, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവ്. ടോളറൻസ് ആൻഡ് നോൺ വയലൻസ്, സഹനശക്തിയും അഹിംസയും. ഹ്യൂമാനിസം, മനുഷ്യത്വത്തിന് നൽകുന്ന പ്രാധാന്യം. ചുരുക്കത്തിൽ അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കാനും സമൂഹത്തിൽ ഐക്യവും മതേതരത്വവും, അതായത് ഹാർമണിയും സെക്യുലറിസവും വളർത്താനും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 2, റിലീജിയൻ, മതം. മതം എന്നത് വെറും ആചാരങ്ങൾ മാത്രമല്ല, അത് മനുഷ്യനെ കൂടുതൽ നല്ലവനാക്കാനുള്ള ഒരു വഴി കൂടിയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞത്, മതം എന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്, അല്ലാതെ പള്ളികളിലോ പുസ്തകങ്ങളിലോ അല്ല. അത് മനുഷ്യനെ ഫൈനൈറ്റ്, പരിമിതമായ അവസ്ഥയിൽ നിന്ന് ഇൻഫൈനൈറ്റ്, അനന്തമായ അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഗാന്ധിജീസ് വ്യൂ. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ മതം എന്നാൽ സത്യത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ്. സ്ട്രൈവിംഗ് ഫോർ ട്രൂത്ത്. കോമൺ വാല്യൂസ് ഇൻ റിലീജിയൻസ്. എല്ലാ മതങ്ങളിലും ഒരേപോലെ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ട്രൂത്ത് ആൻഡ് ഗുഡ്നെസ്, സത്യവും നന്മയും. ഫോർഗീവ്നെസ് ആൻഡ് ലവ്, ക്ഷമയും സ്നേഹവും. സെൽഫ്ലെസ് ആക്ഷൻ, സ്വാർത്ഥതയില്ലാത്ത സേവനം. സെക്യുലറിസം, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുക എന്നതാണ് മതപരമായ ശരിയായ കാഴ്ചപ്പാട്.
3. കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന. നമ്മുടെ രാജ്യം എങ്ങനെയുള്ള മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട്. 1950 ജനുവരി 26 ഇത് നിലവിൽ വന്നത്. പ്രിയാമ്പിളിലെ പ്രധാന തൂണുകൾ അതായത് 4 പില്ലേഴ്സ് ആണ്. 1. ജസ്റ്റിസ് നീതി, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. 2. ലിബർട്ടി സ്വാതന്ത്ര്യം, ചിന്തിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം. 3. ഇക്വാളിറ്റി സമത്വം, എല്ലാവർക്കും തുല്യ പദവിയും അവസരങ്ങളും. 4. ഫ്രറ്റേണിറ്റി സാഹോദര്യം, വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും കാത്തുസൂക്ഷിക്കുന്ന സാഹോദര്യം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അടിസ്ഥാന കടമകൾ. ആർട്ടിക്കിൾ 51A ഭരണഘടന അനുസരിക്കുക, ദേശീയ പതാകയെ ആദരിക്കുക, സമാധാനം നിലനിർത്തുക, സ്ത്രീകളുടെ അന്തസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, സയൻറ്റിഫിക് ടെമ്പർ ശാസ്ത്രീയ അവബോധം വളർത്തുക എന്നിവ ഇതിൽ പെടുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അടിസ്ഥാന അവകാശങ്ങൾ. നമുക്ക് പ്രധാനമായും 6 അവകാശങ്ങളാണുള്ളത്. റൈറ്റ് ടു ഈക്വാലിറ്റി സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യം. കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് വിദ്യാഭ്യാസ സാംസ്കാരിക അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നീതിക്കായി കോടതിയെ സമീപിക്കാനുള്ള അവകാശം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യം ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ ലഭിക്കണമെന്നും ഇത് ഉറപ്പു നൽകുന്നു. ചുരുക്കത്തിൽ നമ്മുടെ പാരമ്പര്യവും മതവും ഭരണഘടനയും ഒരേപോലെ പഠിപ്പിക്കുന്നത് പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഒരു നല്ല പൗരനായി ജീവിക്കാനാണ്. കോൾബർഗ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ലോറൻസ് കോൾബർഗ് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. കുട്ടികൾ എങ്ങനെയാണ് മോറൽ ജഡ്ജ്മെൻറ്റ് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ശേഷി നടത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പഠിച്ചത്. ഇതിനായി അദ്ദേഹം 3 ലെവലുകളും അവയിൽ ഓരോന്നിനും 2 വീതം ആകെ 6 സ്റ്റേജുകളും വിശദീകരിക്കുന്നു. ലെവൽ 1 പ്രീ കൺവെൻഷണൽ ലെവൽ പൂർവ്വ ധാർമ്മികതയുടെ ഘട്ടം. ഇവിടെ കുട്ടികൾക്ക് സ്വതന്ത്രമായി ഒരു ധാർമ്മിക ബോധം ഉണ്ടാകില്ല. പുറത്തു നിന്നുള്ള നിയമങ്ങളും എക്സ്റ്റേണൽ റൂൾസും അതിൻ്റെ അനന്തരഫലങ്ങളും കോൺസിക്വൻസും നോക്കിയാണ് അവർ പെരുമാറുന്നത്. സ്റ്റേജ് 1 പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ. ഇവിടെ കുട്ടി അനുസരിക്കുന്നത് ശിക്ഷ പേടിച്ചാണ്. ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് അടി കിട്ടും അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയും എന്ന പേടിയാണ് കുട്ടിയെ നയിക്കുന്നത്. സ്റ്റേജ് 2 ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയൻറ്റേഷൻ. ഇത് ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. നീ എനിക്ക് മിഠായി തന്നാൽ ഞാൻ നിന്നെ സഹായിക്കാം. യു സ്ക്രാച്ച് മൈ ബാക്ക്, ഐ സ്ക്രാച്ച് യുവേഴ്സ്. സ്വന്തം ആവശ്യങ്ങൾ നടക്കുക എന്നതാണ് ഇവിടെ പ്രാധാന്യം. ലെവൽ 2 കൺവെൻഷണൽ ലെവൽ സാമ്പ്രദായിക ധാർമ്മികത. ഈ ഘട്ടത്തിൽ കുട്ടി സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ കണ്ണിൽ നല്ലവനാകാനാണ് ഇവിടെ ശ്രമം. സ്റ്റേജ് 3 ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. എല്ലാവരും എന്നെ നല്ല കുട്ടിയെന്ന് പറയണം എന്ന ചിന്താഗതിയാണ് ഇവിടെ കുട്ടികളെ നയിക്കുന്നത്. സ്റ്റേജ് 4 ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ. നിയമങ്ങൾ അനുസരിക്കുക എന്നത് നമ്മുടെ കടമയാണെന്ന് കുട്ടി വിശ്വസിക്കുന്നു. സാമൂഹിക വ്യവസ്ഥിതി സോഷ്യൽ ഓർഡർ നിലനിർത്താൻ നിയമങ്ങൾ എല്ലാവരും ഒരുപോലെ പാലിക്കണമെന്ന് അവർ ആഗ്രഹിക്കും. ലെവൽ 3 പോസ്റ്റ് കൺവെൻഷണൽ ഉന്നത ധാർമ്മികത. ഇവിടെ നിയമങ്ങൾക്കുമപ്പുറം ചിന്തിക്കാൻ കുട്ടി വളരും. നീതി, സമത്വം തുടങ്ങിയ ഉയർന്ന മൂല്യങ്ങൾക്കാണ് ഇവർ മുൻഗണന നൽകുന്നത്. സ്റ്റേജ് 5 സോഷ്യൽ കോൺട്രാസ്റ്റ് ഓറിയൻറ്റേഷൻ. നിയമങ്ങൾ വ്യക്തികളുടെ നന്മയ്ക്കു വേണ്ടി ഉണ്ടാക്കിയതാണ്. സമൂഹത്തിന് ഗുണകരമല്ലെങ്കിൽ നിയമങ്ങൾ മാറ്റം വരുത്താം എന്ന് ഇവർ വിശ്വസിക്കും. സ്റ്റേജ് 6 യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ. ഇതാണ് ഏറ്റവും ഉയർന്ന ഘട്ടം. സ്വന്തം മനസാക്ഷി പറയുന്നതാണ് ഇവർക്ക് ശരി. മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ് തുടങ്ങിയവരൊക്കെ ഈ തലത്തിലുള്ളവരാണ്. ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ധാർമ്മിക തത്വങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കും. ലിമിറ്റേഷൻസ് ഓഫ് കോൾബർഗ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ഈ തിയറിയുടെ പ്രധാന പരിമിതികളിൽ ഒന്നാണ് ഇത് യഥാർത്ഥ പെരുമാറ്റത്തേക്കാൾ ഉപരിയായി ധാർമ്മിക ചിന്താഗതിക്കും യുക്തിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നത്.
പരീക്ഷാ സമയത്ത് ഇൻവിജിലേറ്റർ ഇല്ലാത്തപ്പോൾ കൂട്ടുകാരുടെ ഉത്തരക്കടലാസിൽ നിന്ന് പകർത്തി എഴുതുകയോ ഉത്തരങ്ങൾ ഒത്തുനോക്കുകയോ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ വിവിധ പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യാറുണ്ട് എന്നത് ഒരു പൊതുവായ നിരീക്ഷണമാണ്. എല്ലാ സാഹചര്യങ്ങളിലും സത്യസന്ധമായി പെരുമാറുന്ന കുട്ടികളെ അധ്യാപകർ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും സത്യസന്ധമല്ലാതെ പെരുമാറുന്ന ചുരുക്കം ചിലരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാറുണ്ടെങ്കിലും കുട്ടികൾ ഇങ്ങനെ പെരുമാറാറുണ്ട്. കുട്ടികളുടെ ധാർമ്മികമായ അതായത് മോറൽ റീസണിങ് അവരുടെ യഥാർത്ഥ പെരുമാറ്റവും തമ്മിലുള്ള ബന്ധം വളരെ വീക്കാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. വിവിധ പ്രായത്തിലുള്ള കുട്ടികൾ മോറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ പ്രായോഗികമായി അവർ ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ശരിയായ കാര്യം എന്താണെന്ന് ചിന്തിക്കാൻ അറിയുന്ന കുട്ടികൾ എല്ലായ്പ്പോഴും പ്രവൃത്തിയിൽ അത് കാണിക്കണമെന്നില്ല. കോൾബർഗിൻ്റെ തിയറി ആളുകളുടെ ചിന്താരീതിയെ മാത്രമേ അളക്കുന്നുള്ളൂ. അവരുടെ യഥാർത്ഥ പെരുമാറ്റത്തെ അത് കൃത്യമായി മുൻകൂട്ടി പറയുന്നില്ല.